മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884232666. തട്ടിപ്പിന്റെ പുതിയ മുഖവുമായി വ്യാപാരികളെ കബളിപ്പിക്കുന്ന യുവാവിനെ വ്യാപാരികൾ ചേർന്ന് പിടികൂടി വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിച്ചു. മുളകുന്നത്തുകാവിൽ താമസിക്കുന്ന സുധീഷ് എന്നയാളെയാണ് തട്ടിപ്പ് നടത്തുന്നതിനിടെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. അത്താണിയിലെ ചെറുതും വലുതുമായ വ്യാപാരികളെ ഇയാൾ പറ്റിക്കാൻ ശ്രമിച്ചു. പലരുടെയും പണവും സാധനങ്ങളും നഷ്ടപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അത്താണിയിലെ വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് MA മോഹൻ, സെക്രട്ടറി ജോജി PJ എന്നിവർ പറയുന്നതിങ്ങനെ. അത്താണിയിലെ ഇന്നല്ല ഒരു മോഷണ സംബന്ധമായിട്ടുള്ള സംഭവം പറയാനുള്ളത്. വ്യാപാരികളാണ് അത്താണിയിലത്തെ. അപ്പോൾ എന്തായത് കഴിഞ്ഞ ആഴ്ച ഇവൻ്റെ പേര് സുധീഷ് എന്നാണ് പറയണത്. ഇവൻ ഇതേമാതിരി വന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു 15ഓളം കടകളിൽ കയറി, ആണ്ട കടയിൽ കയറി, മോനാണ്ട കടയിൽ കയറി, അതായത് ഇവൻ്റെ കടയിൽ കയറി, എല്ലാ കടയിലും കയറുക. ഈ ഒരു വ്യാജ ഫേക്ക് മറ്റേ ഫോൺ പേ, ഈ ഫോൺ പേയിലാണ് അവൻ ഇത് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത് ടിക്ക് മാർക്ക് കാണിച്ച് കഴിഞ്ഞാൽ പൈസ പോകണ മാതിരി നമുക്കത് അനുഭവം ചെയ്യും. എന്നാൽ പൈസ വരില്ല, അവനെടുത്തു. ചില കടകളിൽ നിന്ന് സാധനം ഇത് കാണിച്ചിട്ട് കടക്കാരെ പോകണം പറയും, സാധനം കൊണ്ട് പോകും, അപ്പോൾ പൈസ കടക്കാർ കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഇതേ സെയിം സംഭവത്തിന് അവൻ ഇന്നും തൊട്ടടുത്ത കടകളിൽ വന്നിട്ട് വീണ്ടും ഇതേമാതിരി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവനെ ഇന്ന് പിടിച്ചു വയ്ക്കുകയും പോലീസിനെ എടുത്ത് റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവനെ സ്റ്റേഷനിൽ കൊണ്ടുവരും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഓണർമാരുണ്ടാവില്ല കടകളിൽ. അപ്പോൾ സ്റ്റാഫുകളെ ആക്കിയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും പോവാറ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവൻ പർച്ചേസ് ചെയ്യും, കണ്ണി കണ്ടതെല്ലാം പർച്ചേസ് ചെയ്യും. ഇന്നതാണെന്നൊന്നുമില്ല, എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്ത് ഒരു 10,000 രൂപയുടെ പർച്ചേസിങ് ആയി അവന് കൊണ്ടുപോകാനുള്ള ഒരു വെയിറ്റ് ആവും. അത് കൈപിടിച്ച് പോകാനാണ് നടന്നിട്ടാണ് വരുന്നത്. എന്നിട്ട് അവൻ അടിച്ചു കഴിഞ്ഞാൽ കയറിയില്ലേ, ജയിലിൽ ടിക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കും. പക്ഷേ ഞങ്ങൾ അവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്കത് പെട്ടെന്ന് അറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിലേക്ക് ഇത് വരും. പക്ഷേ ഇതൊന്നും വരാത്ത കാരണം കൊണ്ട് അവനെ പിടിച്ചു നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു, ശരി സൈബർ ഡൗൺ ആണ്, ഞാൻ ATM നിന്ന് ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ATM നിന്ന് ക്യാഷ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോണത് നേരെ ATM-ലേക്കല്ല, അടുത്ത കടയിൽ ലക്ഷ്യം വെച്ചിട്ടാണ് അവൻ പോണത്. അങ്ങനെ അവിടെയും പോയി പറ്റിക്കും. അങ്ങനെ കുറച്ച് പേരുടെ കാശ് പോയിട്ടുണ്ട്. ഞങ്ങൾ കുറേ പേരുടെ കാശ് പോവാൻ സാധിച്ചിട്ടില്ല. അത് പിടിക്കാൻ പറ്റുക പിടിച്ചു. അവന്റെ ഫോണിലിട്ട് നോക്കിയിട്ട് അവന്റെ ഫോണുണ്ട് അവനോട് ചീപ്പിച്ചു. ഞങ്ങള് ഇവന്റെ കടയിലത്തെ QR കോഡ് എടുത്തിട്ട് ആ സെയിം സംഭവം അവനോട് ചീപ്പിച്ച് കാണിച്ചു തന്നപ്പോൾ കറക്റ്റായിട്ട് പൈസ പോയി. ഇവന്റെ അക്കൗണ്ടിൽ പൈസ പോയതായിട്ട് കാണിക്കുന്നുണ്ട് അവന്റെ ഫോണിൽ നിന്ന്. പക്ഷെ അവന് പൈസ വന്നിട്ടില്ല. അപ്പോൾ അവൻ തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ അവൻ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഷോപ്പിന്റെ അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ് എല്ലാം ആ ഇതിൽ നമുക്ക് കാണിക്കുന്നുണ്ട്. ഫേക്കാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ അക്കൗണ്ടിൽ മൊത്തം ഒരു പിങ്ങുണ്ട്, ഒരാളെ കിട്ടിയിട്ടുള്ളൂ. ഇതിലേക്ക് ഈ ഒരു ഇത് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഒരു പാഠമാകണം. എന്താ കാരണം വെച്ചാൽ ഇവനെ പിടിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്തു, ഇവനോട് അത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അവൻ കാണിച്ചു തന്നു. കാരണം ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും ഇവന് ഫോണിലേക്ക് വരണത്, അവനൊരു ആപ്പ് വെച്ചിരിക്കുക. അവർ 5000 രൂപ അടിക്കാൻ പറയുമ്പോൾ 5000 രൂപയ്ക്ക് എഴുതായിട്ട് നമ്മുടെ വ്യാപാരികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് കണ്ടത്. അപ്പോൾ അവനൊരു ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മാത്രമാവില്ല, ഈ ഒരുത്തം മാത്രമല്ല ഈ ഇറങ്ങിയ വ്യാപാരി സുഹൃത്തുക്കളും എല്ലാ കടക്കാരും സൂക്ഷിക്കുക. കച്ചവട സ്ഥാപനത്തിലെത്തി ഷോപ്പിംഗ് നടത്തിയ ശേഷം ഇയാൾ UPA വഴി പണം അയച്ചതായി കടയുടമയെ അറിയിക്കും. പണം ട്രാൻസ്ഫർ നടന്നതായ ടിക്ക് മെസ്സേജ് മൊബൈലിൽ കാണിച്ച ശേഷം സാധനങ്ങളുമായി കടകളിൽ നിന്ന് മുങ്ങും. പ്രത്യേക ആപ്പ് വഴിയാണ് ഇത്തരത്തിൽ പറ്റിപ്പ് നടത്തുന്നത്. അത്താണിയിലെ നിരവധി കച്ചവടക്കാർക്ക് പണവും മറ്റു സാധനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ ഇടപാടിൽ സംശയം തോന്നിയ കച്ചവടക്കാരാണ് ഇയാളെ പിടികൂടി വടക്കാഞ്ചേരി പോലീസിൽ ഏൽപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.